everyone, welcome to Catalyst Education. സോ മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എസ്സേ ടോപ്പിക് ആണ്. അതായത് എല്ലായ്പ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക് ആണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു 8 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഏതാണ് ആ ഒരു ടോപ്പിക് എന്നുള്ളത് നോക്കിക്കോളൂ. ഇൻഷുറൻസ് ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. എക്സ്പ്ലെയിൻ ഇൻഷുറൻസ്, അതുപോലെ തന്നെ അതിന്റെ വേരിയസ് പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു എസ്സേ ടോപ്പിക് ആണ് കേട്ടോ. എന്താണ് ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. സോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരു പാർട്ടി എന്ത് ചെയ്യാണ്, മറ്റേ പാർട്ടിനോട് പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടൈൻ ഇവന്റ് സംഭവിച്ചിട്ട് ഒരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കോമ്പൻസേഷൻ തന്നോളാം എന്ന് ഒരു പാർട്ടി എഗ്രി ചെയ്യാണ് മറ്റേ പാർട്ടിനോട് വെറുതെയാണോ അങ്ങനെ ഒരു എഗ്രിമെന്റ് കൊടുക്കുന്നത്? അല്ല, അതിന് ഇദ്ദേഹം എന്ത് ചെയ്യണം, തിരിച്ച് പ്രീമിയം പേ ചെയ്യണം. സോ അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് in which one party agreed to pay certain sum of money to other party in return for a premium to compensate for a loss or damage caused by an uncertain event. സോ അതാണ് ബേസിക്കലി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ നമുക്ക് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. സോ ഇതിൽ എന്താ പറയുന്ന മക്കളെ, ദിസ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് ബോത്ത് ദ പാർട്ടീസ് ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. രണ്ട് പാർട്ടീസ് ആണ് ഇൻഷുറൻസിലുള്ളത് നമ്മൾ പറഞ്ഞു. ഇൻഷുർഡും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷുററും ഉണ്ട്. അപ്പൊ ഇവർ രണ്ട് പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, നല്ല ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും നിൽക്കാൻ പറ്റില്ല. ദ ഇൻഷുർഡ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട് അബൌട്ട് ദ റിസ്ക് ബീങ് ഇൻഷുർഡ്. ഇൻഷുർഡ് ആണെങ്കിൽ എന്തിന്റെ മുകളിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് ആ ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി നേരെ തിരിച്ച് ഇൻഷുറർ ആണെങ്കിലോ, ഇൻഷുറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയാണ്. സോ നമ്മുടെ ഇൻഷുറൻസ് പോളിസിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അദ്ദേഹം എന്ത് ചെയ്യണം, തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ട് ക്ലെയിമിന് വരുമ്പോഴല്ല അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയേണ്ടത്. സോ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആദ്യം. അപ്പൊ അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. രണ്ട് പാർട്ടീസും തമ്മിൽ അങ്ങേയറ്റം വിശ്വാസ്യത ഉണ്ടായിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇനി നമ്മുടെ സെക്കൻഡ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. അതെന്താണ്? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ സെക്കൻഡ് പ്രിൻസിപ്പിൾ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് നോക്കിക്കോ. ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ്, അതർവൈസ് ദ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ബിക്കം വോയിഡ്. ഇൻഷുർഡ് എന്തിന്റെ മുകളിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. സോ എന്തിന്റെ മുകളിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ ഇദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് വാലിഡ് ആവുള്ളൂ. അതല്ലെങ്കിൽ അത് വോയിഡ് ആണ്. അപ്പൊ അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. ദെൻ തേർഡ് പ്രിൻസിപ്പിളിലേക്ക് കടക്കാം. നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ആണ് നമ്മുടെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. സോ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുറർ അണ്ടർടേക്ക് ടു കോമ്പൻസേറ്റ് ദ ഇൻഷുർഡ് ഫോർ ആക്ച്വൽ ലോസ് ഹി ഹാസ് ഇൻകേർഡ്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ദ ഇൻഷുർഡിന് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു, അദ്ദേഹത്തിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്ന സമയത്ത് ഇൻഷുറർ എങ്ങനെയാണ് കൊടുക്കുന്നത്? He will pay the actual loss he has incurred. Actual loss എത്രയാണോ അത്ര മാത്രമേ അദ്ദേഹം കൊടുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പോളിസി എമൗണ്ട് നോക്കുമ്പോൾ 10 ലക്ഷമാണ് എന്ന് വിചാരിക്കുക. 10 lakhs ആണ് പോളിസി എമൗണ്ട്. ബട്ട് ആക്ച്വൽ ലോസ് വന്നിട്ട് 5 ലക്ഷമാണെങ്കിൽ എത്ര ഇവിടെ കൊടുക്കുള്ളൂ? ആക്ച്വൽ ലോസ് എത്രയാണോ അത്ര മാത്രമേ കൊടുക്കുള്ളൂ. 5 ലക്ഷമാണ് ആക്ച്വൽ ലോസ്. സോ അതുകൊണ്ട് 5 ലക്ഷമേ അവിടെ കൊടുക്കുള്ളൂ. ഇനി നമുക്ക് നേരെ തിരിച്ചൊന്നും കൂടി പറഞ്ഞു നോക്കാം. അതായത് പോളിസി എമൗണ്ട് 5 lakh ആണ് എന്ന് വിചാരിക്കുക കേട്ടോ. പോളിസി എമൗണ്ട് 5 lakh ആണ്. പക്ഷെ ആക്ച്വൽ ലോസ് വന്നിട്ട് 10 ലക്ഷം ഉണ്ട്. സോ 5 ലക്ഷത്തിന്റെ പോളിസി എടുത്ത ആൾക്ക് 10 ലക്ഷം നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിച്ച് ഇൻഷുറൻസ് കമ്പനി 10 ലക്ഷം കൊടുക്കുമോ മക്കളെ? ഇല്ല, അവിടെ പേ ചെയ്യുന്നത് 5 ലക്ഷമായിരിക്കും. സോ ആക്ച്വൽ ലോസ് അല്ലെങ്കിൽ പോളിസി എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ്, അതായിരിക്കും ഇവിടെ നമ്മുടെ ഇൻഷുർഡിന് ഇൻഷുറർ കൊടുക്കുന്നുണ്ടായിരിക്കുന്ന കോമ്പൻസേഷൻ. അപ്പൊ അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. സോ നമ്മുടെ ഫോർത്ത് പ്രിൻസിപ്പിളിലേക്ക് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് കോസ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നിയറസ്റ്റ് കോസ് വിൽ ബി കൺസിഡേർഡ് ഫോർ കോമ്പൻസേഷൻ. ഒന്നിലധികം കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു സബ്ജക്ട് മാറ്ററിന് നഷ്ടം സംഭവിച്ചതെങ്കിൽ ഏറ്റവും അടുത്ത കോസ് കാരണം എന്താണോ അത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആ ഒരു കാരണത്തിലുള്ളതാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻഷുർഡിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടൂല. മനസ്സിലായല്ലോ? ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. രണ്ട് വീടിന്റെ പിക്ചറാണ്. ഒന്നെന്താണ്,
ഫ്ലഡ് വന്നു, വെള്ളം കയറി നമ്മുടെ വീട് നശിച്ചു പോയി. പക്ഷെ നമ്മൾ ഫയർ ഇൻഷുറൻസ് ആണ് നമ്മുടെ വീടിന്റെ മുകളിൽ എടുത്തത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള കാരണം ഫയർ അല്ലേ? അപ്പൊ വെള്ളം കയറി നശിച്ചുകൊണ്ട് നമുക്ക് കോമ്പൻസേഷൻ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. നിയറസ്റ്റ് കോസ് വിൽ ബി കൺസിഡർഡ് ഫോർ കോമ്പൻസേഷൻ. നമ്മുടെ കോമ്പൻസേഷന് പരിഗണിക്കുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാരണം എന്താണോ നാശം ഉണ്ടാവാൻ, ആ ഒരു കാരണം നമ്മൾ എടുത്തിട്ടുള്ള ഇൻഷുറൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അവിടെ നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നതല്ല. ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ ആണ് നമ്മുടെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലോസ് ദ ഹോൾ റൈറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് എൻടൈറ്റിൽഡ് വിത്ത് ദ ഇൻഷുറർ. അതായത് നമ്മൾ എന്തിനോ മുകളിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തു, നമുക്ക് നാശം സംഭവിച്ചു, നമുക്ക് അതിന് ക്ലെയിമും കിട്ടി. ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ ഒരു അവകാശവും നമുക്ക് ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ മുകളിലുള്ള സകല അവകാശവും പിന്നീട് ആർക്കായിരിക്കും? ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. നമുക്ക് ഒരിക്കലും ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ സ്ക്രാപ്പ് വാല്യൂ പോലും, അതായത് അതിന്റെ ബാക്കി നശിച്ചു പോയതിന്റെ ബാക്കി പോർഷൻസ് വിറ്റിട്ട് പോലും ഒരു പൈസയും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിന്റെ ഹോൾ റൈറ്റ് ആർക്ക് പോവും? ഇൻഷുറർക്ക് പോവും, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് പോവും. ഇൻഷുർഡിന് പിന്നീട് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കില്ല. അപ്പൊ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷനിൽ പറയുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. അതെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? when the subject matter is insured with different insurers, the actual amount of loss is divided among various ഇൻഷുറൻസ്. ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ഒരു സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ തന്നെ ഒന്നിലധികം പോളിസീസ് എടുക്കാറുണ്ട്. എന്നിട്ട് അയാൾക്ക് ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനിയും ഇയാൾക്ക് ഇങ്ങനെ പേയ്മെന്റ് കൊടുക്കുമോ? ഇല്ല. യഥാർത്ഥത്തിലുള്ള ലോസ് എത്രയാണ്, ആക്ച്വൽ ലോസ് എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് ഓരോരുത്തരും എന്ത് ചെയ്യും? ഓരോ കമ്പനീസും അത് അവരുടെ ഇടയിൽ ഷെയർ ചെയ്യും. ഇപ്പൊ ഒരു ആള് 15 ലക്ഷം, ഇപ്പൊ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഇൻഷുറൻസ് കമ്പനീന്റെ അടുത്തുനിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കട്ടോ. എ ബി സി ഇങ്ങനെ 3 കമ്പനീസിന്റെ അടുത്തുനിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 10 ലക്ഷം, ഇവിടെ നിന്ന് 10 ലക്ഷം, ഇവിടെ നിന്ന് 10 ലക്ഷം, അങ്ങനെയാണ് അയാൾ എടുത്തിട്ടുള്ള പോളിസി എന്ന് വിചാരിക്കുക. അയാൾക്ക് ആക്ച്വൽ ലോസ് സംഭവിച്ചത് എത്രയാണ്? ഒരു 15 ലക്ഷമാണ് അയാൾക്ക് ആക്ച്വൽ ലോസ് വന്നത് എന്ന് വിചാരിക്കുക. എന്തോ ഒരു നാശം സംഭവിച്ചു. അയാളുടെ ആക്ച്വൽ ലോസ് വന്നിട്ട് 15 ലാക്ക് ആണെങ്കിൽ ഇവരെല്ലാരും ഇങ്ങനെ കൊടുക്കുമോ? 10 ലക്ഷം അങ്ങനെ കൊടുക്കില്ല. ഇവരെല്ലാരും കൂടി ഷെയർ ചെയ്തിട്ട് 3 പേരും 5 5 5 അങ്ങനെ ആയിരിക്കും അയാൾക്ക് 15 ലക്ഷം കൊടുക്കുന്നുണ്ടായിരിക്കുക. ഈ 3 ഇൻഷുറൻസ് കമ്പനികളും കൂടി അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് ആക്ച്വൽ ലോസ് എത്രയാണോ അതായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. ദെൻ ഫൈനലി നമ്മുടെ 7ാമത്തെ പ്രിൻസിപ്പിൾ ആണ്, ലാസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് മക്കളെ. മിറ്റിഗേഷൻ ഓഫ് ലോസ് ആണ് നമ്മുടെ ലാസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഇൻഷുർഡ് ടു ടേക്ക് ഓൾ പോസിബിൾ സ്റ്റെപ്സ് ടു മിനിമൈസ് ദ ലോസ് ഓർ ഡാമേജ്. ആ ഒരു സബ്ജക്ട് മാറ്ററിന് സംഭവിച്ചിട്ടുള്ള ലോസ് അല്ലെങ്കിൽ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോസിബിൾ സ്റ്റെപ്പും ആരുടെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരിക്കണം? ഇൻഷുർഡിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരിക്കണം. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കത്തി നശിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ നശിക്കുമ്പോൾ ഇങ്ങനെ നോക്കി കൈയും കെട്ടി നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇൻഷുർഡ് ആ ഒരു ലോസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്പും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരിക്കണം. സോ അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്, മിറ്റിഗേഷൻ ഓഫ് ലോസ്. അപ്പൊ ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എസ്സേ ടോപ്പിക് എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസിന്റെ വേരിയസ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.